തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലാദ്യമായി മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച് വിവാദങ്ങളിലേക്ക് നടന്നുകയറിയ പ്രസിഡന്റായിരുന്നു PS പ്രശാന്ത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രീതി പിടിച്ചുപറ്റാനും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ പദവി ഉറപ്പിച്ചു നിർത്തി വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനും വേണ്ടിയായിരുന്നു ആ ശരണം വിളി. എന്നാൽ അന്ന് തുടങ്ങിയ രാഷ്ട്രീയ നാടകങ്ങളും അധികാര ദുർവിനിയോഗവുമാണ് ഒടുവിൽ ശബരിമലയിലെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രശാന്തിനെ അഴിക്കുള്ളിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ശബരിമലയെ പിടിച്ചുലച്ച വൻ സ്വർണ്ണ കവർച്ച അരങ്ങേറുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായ ജഡ്ജി ജയകൃഷ്ണനെ പോലും തീർത്തും ഇരുട്ടിൽ നിർത്തിയാണ് ശ്രീകോവിലിലെയും നടപ്പന്തലിലെയും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊടുത്തുവിട്ടത്. ഈ നീക്കത്തിന് പിന്നിൽ വലിയ മോഷണമാണെന്ന് പിന്നീട് വ്യക്തമായി തെളിഞ്ഞു. അന്ന് ഇടതുഭരണം നിലവിലുണ്ടായിരുന്നതിനാലും ബോർഡ് തലപ്പത്തുള്ളവരുടെ അറസ്റ്റ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നുള്ളതിനാലും പോലീസിന് കൈകെട്ടി നിൽക്കേണ്ടി വന്നു. അങ്ങനെ പ്രശാന്തിനെ അന്ന് ആരും തൊട്ടില്ല. എന്നാൽ ഭരണമാറ്റത്തോടെ ചിത്രം പൂർണ്ണമായും മാറി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഏതുമില്ലാതെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി. ഇതിനൊപ്പം ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടവും നിരീക്ഷണവും കേസിൽ നിർണായകമായി മാറി. സ്വകാര്യ വ്യക്തികൾക്ക് അവിഹിതമായി സ്വർണം കൈമാറിയതിൽ പ്രശാന്തിനുള്ള നേരിട്ടുള്ള പങ്കും ഭരണഘടനാപരമായ പദവിയുടെ ലംഘനവും ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് അന്വേഷണ സംഘം പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കടന്നത്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും താൻ നിരപരാധിയാണെന്നുമുള്ള പരമ്പരാഗത ന്യായവാദങ്ങളാണ് അറസ്റ്റിന് തൊട്ടു മുൻപും പ്രശാന്ത് ഉയർത്തിയത്. എന്നാൽ ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നടക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ അന്വേഷണത്തിൽ പ്രശാന്തിന്റെ ഗൂഢാലോചന വാദങ്ങൾ തരിപ്പണമാവുകയാണ്. കൃത്യമായ മഹസറുകളോ കോടതി അനുമതിയോ ഇല്ലാതെ കോടികളുടെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റി കടത്താൻ ഒത്താശ ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന് നിയമത്തിന്റെ മുന്നിൽ ഇനി ന്യായങ്ങളില്ല. പത്മകുമാർ, വാസു എന്നിവർക്ക് ശേഷം സ്വർണ്ണക്കൊള്ളക്കേസിൽ കുടുങ്ങുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മൂന്നാമത്തെ മുൻ പ്രസിഡന്റാണ് PS പ്രശാന്ത്. LDF ഭരണകാലത്ത് ദേവസ്വം ബോർഡിന്റെ അമരത്തിരുന്ന നേതാക്കളെല്ലാം ഒന്നൊന്നായി അഴിക്കുള്ളിലാകുന്നത് CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പിണറായി നിയോഗിച്ച പ്രസിഡന്റുമാരിൽ അനന്തഗോപൻ മാത്രമാണ് അറസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. പത്തനംതിട്ടയിലെ ഈ മുതിർന്ന നേതാവിനെതിരെ ആരോപണങ്ങളും ഉണ്ടായില്ല. 2025 ബോർഡിൽ ഭരണം നടത്തിയ മുഴുവൻ ഭരണസമിതി അംഗങ്ങളിലേക്കും അന്വേഷണം നീളുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ അറസ്റ്റ് ഉണ്ടായേക്കും.